ഹലോ, വെൽക്കം ബാക്ക് ടു യാത്രാസ് കിച്ചൺ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അതേ, നമുക്ക് കുറച്ച് മത്തി കിട്ടിയിട്ടുണ്ടേ. എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമല്ലേ മത്തി എന്ന് പറയുന്നത്. മത്തി നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് നല്ല മസാലയൊക്കെ കൂട്ടി നല്ല മൊരിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് എടുക്കുമ്പോൾ അത് കഴിക്കാനായിട്ട് ആഗ്രഹിക്കാത്തവർ ആരാ ഉള്ളതല്ലേ? ദേ, നമുക്കെന്നാൽ പതുക്കെ നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാട്ടോ. നമ്മൾ കുറച്ച് മത്തി എടുത്തിട്ടുണ്ടേ. അപ്പം ഒരുപാട് വലിപ്പമില്ല, എന്നാൽ അത്യാവശ്യം വലിപ്പമുള്ള ഒരു മത്തിയൊക്കെ ആയിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. ഇനി അതിനുള്ള കുറച്ച് അരപ്പുകളും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ കുരുമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ നമ്മുടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടെ നമ്മുടെ ഒരു മിക്സിയുടെ ജാറിലേക്കോ അല്ലെങ്കിൽ നല്ല അരകല്ലയിലേക്കോ വെച്ചിട്ടൊക്കെ ഉണ്ടല്ലോ നന്നായിട്ട് അങ്ങ് അരച്ച് ചേർത്തോളുക കേട്ടോ. അപ്പോൾ ഇനി പൊടികളായിട്ട് നമ്മൾ ചേർക്കുന്നതിന് പകരം നമുക്കിനിയിപ്പോൾ മറ്റേ എന്താ പറയുക മുളകുകളൊക്കെ, മുളകും മല്ലിയൊക്കെ ആണെങ്കിലും നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തിട്ട് അരച്ച് ചേർക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ കുറച്ച് എളുപ്പപ്പണിക്ക് പോയത് കൊണ്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് എന്തായാലും ഇതൊന്ന് അരച്ചെടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു പരുവത്തിൽ പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ടേ. അപ്പോൾ ഇനി നമ്മുടെ അരപ്പെല്ലാം കൂടെ നമ്മുടെ ഒരു ചീൻചട്ടിയിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് അങ്ങോട്ട് എടുത്തിട്ട് കൊടുത്തോളൂ കേട്ടോ. ഞാൻ ഈ ചീൻചട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന എല്ലാ കാര്യത്തിനും, അതായത് പച്ചക്കറി അരിയാനും അതുപോലെ മാവ് കുഴയ്ക്കാനും ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ്. ഇതിനകത്ത് കുക്ക് ചെയ്യാറില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പൊതുവായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഈ പാത്രം. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ മത്തിയെ ഒന്ന് വരട്ടി വെക്കാനും ഞാൻ ഈ പാത്രം തന്നെയാണ് കേട്ടോ ഉപയോഗിച്ചത്. അപ്പോൾ ഇതാ നമ്മുടെ പേസ്റ്റ് പോലെ ഇതുപോലെ, അതായത് ഇച്ചിരി വെള്ളമുണ്ട് എന്നാലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ മത്തിയെ ഒന്ന് മസാലയൊക്കെ കൂട്ടി തിരുമണമെന്നുണ്ടെങ്കിൽ സ്വല്പം വെള്ളം വേണമല്ലോ. അപ്പോൾ പിന്നെ ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ലല്ലേ. ഇനി എന്നാലേ നമ്മുടെ അരപ്പ് കൂടാതെ കുറച്ച് പൊടികളും കൂടെ നമുക്ക് ഇതിനോട് ചേർക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ അതിനായിട്ട് എടുത്തിരിക്കുന്നത് മഞ്ഞപ്പൊടിയാണ് കേട്ടോ. ഒരു സ്വല്പം, അതൊരു 1/4 ടീസ്പൂണോളൊക്കെ മഞ്ഞപ്പൊടി നമുക്ക് മതിയാവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് മുളക് പൊടിയാണ് കേട്ടോ. മുളക് പൊടി എരിവിനനുസരിച്ച്, ഇപ്പോൾ കുരുമുളകൊക്കെ നന്നായിട്ട് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ച് മുളക് പൊടി ചേർത്താലും മതിയാവും. അതൊക്കെ അവനവൻ്റെ എരിവൊക്കെ എന്ന് പറയുന്നത് അവനവൻ്റെ ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന നല്ല എരിവുള്ള നല്ല മുളക് പൊടിയായിരുന്നു. ഒരു 2-3 സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് മീൻ വറുക്കുന്നതിനൊക്കെ നന്നായിട്ട് എരിവ് വേണം, അതുകൊണ്ട് തന്നെ കേട്ടോ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, അത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതായിരുന്നു. ഒരു സ്വല്പം എടുത്തിട്ടുള്ളൂ, ഒരു 1/2 ടീസ്പൂണോളം ഒക്കെ തന്നെ എടുത്തുള്ളൂ. മല്ലി ഒരുപാടായി കഴിയുമ്പോൾ ആ ചൊവയങ്ങ് മാറിപ്പോകും, അതുകൊണ്ട് തന്നെ. പക്ഷേ ഇതില്ലാന്നുണ്ടെങ്കിൽ ഒരു മീനൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല, അതുകൊണ്ടാട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതാ പറഞ്ഞ പോലെ നമ്മുടെ മസാലകളെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മത്തിയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കണേ. ഒരു സൈഡ് 2 ആയിട്ടും ഒരു സൈഡ് 3 ആയിട്ടുമാണ് വരഞ്ഞെടുത്തിരിക്കുന്നത് കേട്ടോ. അങ്ങനെയാകുമ്പോൾ നമ്മുടെ മസാലക്കൂട്ടുകളെല്ലാം നമ്മുടെ മത്തിയിൽ ഈ ഏത് മീനായിക്കോട്ടെ അതിൻ്റെ അകത്ത് പിടിക്കാനായിട്ട് എളുപ്പം ഉണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ ഇതിനെല്ലാം കൂടെ ഒരുമിച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുമോ, അതല്ലാന്നുണ്ടെങ്കിൽ ഓരോന്നോരോന്നായിട്ട് ചെയ്താലും മതി. നമ്മൾ പിന്നെ എല്ലാം ഈ എളുപ്പപ്പണിയുടെ പരിപാടിയൊക്കെ നോക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ എല്ലാം കൂടെ ഒരുമിച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കുവാണ് കേട്ടോ ചെയ്തത്. മസാല അതിൻ്റെ അകത്ത്, അതായത് അതിൻ്റെ ഉള്ളിൽ ഒക്കെ പിടിക്കാനായിട്ടും ഒക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുത്തിട്ടുണ്ടേ. അങ്ങനെ ഇതാ മസാല തിരുമ്മിയ മത്തി എല്ലാം കൂടെ നല്ല സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. നമുക്കൊരു 10-15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഫ്രിഡ്ജിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല, വെളിയിൽ വെച്ചാൽ മതി. ഇനിയിപ്പോൾ ഫ്രിഡ്ജ് വെച്ചെന്നോർത്തോണ്ടും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അതാ ഒരു 15 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളൊരു ചട്ടിയൊക്കെ നല്ല സെറ്റപ്പ് ആക്കി എടുക്കുന്നുണ്ട്. ഞാൻ എപ്പോഴും മീൻ വറക്കുന്നത് ഈ ചട്ടിക്കകത്തൊക്കെയാണ്. അത് വേറൊന്നുമല്ല, എണ്ണ കുടിക്കുന്നത് വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പൊട്ടി തെറിക്കത്തില്ലേ. അല്ലെങ്കിൽ നമ്മൾ ചീനിച്ചട്ടിയിലൊക്കെ സാധാ കൊണ്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക, അത് പൊട്ടി അങ്ങോട്ട് തെറിച്ച് അവിടെ എല്ലാം ആകും. ഈ ചട്ടിക്കകത്താകുമ്പോൾ അതിൻ്റെ കിടന്നോളും താനും പൊട്ടി തെറിക്കുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇതാ നമ്മൾ എണ്ണയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ മറ്റുള്ള എണ്ണയാണ്. എനിക്ക് എന്തോ വെളിച്ചെണ്ണയ്ക്കകത്ത് മീൻ വറക്കുന്നത്, ചില മീനുകളൊക്കെ നമ്മൾ വേറൊരു എണ്ണയ്ക്കകത്ത് വറക്കുന്നതിനോടാണ് താല്പര്യം കേട്ടോ. അപ്പോൾ ഇതാ സാധാ റൈസ് ബ്രാൻഡ് ഓയിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ.
അങ്ങനെ നമ്മുടെ എണ്ണയൊക്കെ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തുകൊടുക്കുക. കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുള്ള ഒരു ഗുണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മീനൊക്കെ വറക്കുമ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടാവും. അതുപോലെ തന്നെ ചട്ടിയുടെ അടിയിൽ ഇങ്ങനെ കരിഞ്ഞു പിടിക്കില്ല. പിന്നെ പോയിട്ട് പുറത്തേക്കുള്ള സ്മെല്ലും ഒത്തിരി അങ്ങോട്ട് കുറഞ്ഞു കിട്ടും. മീൻ വറക്കുമ്പോൾ മണം വരില്ല എന്നല്ല, കുറച്ചെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും. അതേ ഉദ്ദേശിച്ചുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ നമ്മുടെ മീനുകൾ ഓരോന്നായിട്ട് നമ്മുടെ ചട്ടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. തലങ്ങും വിലങ്ങും ഒക്കെ ആയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. തലങ്ങും വിലങ്ങും ഒക്കെ ആയിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എന്താ പറയുക, നമ്മുടെ സ്ഥലം അതിനകത്ത് ഈ ഇത്ര എണ്ണയ്ക്കകത്ത് ഇതിങ്ങനെ കിടന്നോളുകയും ചെയ്യും. അത് തന്നെ എല്ലാം മുരിഞ്ഞ് കിട്ടാനാണെങ്കിലും എളുപ്പം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ മൂടി വെക്കേണ്ട കാര്യമൊന്നുമില്ല. മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റുന്ന എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആവി വെള്ളം വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ പൊട്ടിത്തെറിക്കലായി പിന്നെ ആകെപ്പാടെ പ്രശ്നമാവും. അതിലും ഭേദം തുറന്ന് വെച്ചിട്ട് തന്നെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് നമ്മളൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 മിനിറ്റ് കഴിയുമ്പോൾ, അതായത് നന്നായിട്ട് മുരിഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമുക്കത് ആ വേവിൻ്റെ ഏകദേശം ആയി കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ഒരു തവി കൊണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാധാ ഒരു സ്പൂൺ വെച്ചിട്ടാണെങ്കിലും നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഏകദേശം അറിയാൻ പറ്റും. അതിങ്ങ് മറിഞ്ഞിങ്ങ് പോരും കേട്ടോ. നന്നായിട്ട് മൂത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ദശ അതേ ഇപ്പോൾ ലാസ്റ്റ് കിടന്നത് അതിൻ്റെ ഒരു ചെറിയൊരു ഇത്രയോട് മൂപ്പ് ആവാനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ശകലം പൊളിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മൂത്തിട്ടുണ്ടെങ്കിൽ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നല്ല ക്രിസ്പി ആയിട്ടിരിക്കും. നമ്മുടെ ബെഡായ് ബംഗ്ലാവിലെ ആര്യ പറഞ്ഞ പോലെ മത്തിയെ നന്നായിട്ടൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ കിട്ടുന്ന ഒരു സ്വാദൊന്നും വേറെ ലെവലാണെന്ന് പറഞ്ഞ് കേട്ടില്ലായിരുന്നോ? എന്നതാന്നേ സംഭവം. ശരിയല്ലേ പറഞ്ഞത്? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണല്ലേ. അപ്പോൾ ഇതുപോലെ മസാലയൊക്കെ നമ്മൾ അരച്ച് തിരുമ്മി പെറുക്കി നമ്മൾ അതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു ലെവൽ അതൊന്നും വേറെ തന്നെയാണ്. അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ചുമ്മാ ഇരുന്നുകൊണ്ട് കറും മുറിവെന്നിരുന്ന് കടിക്കാനും തോന്നും അല്ലേ? ശരിയല്ലേ? എനിക്കിഷ്ടം കേട്ടോ. ഞാൻ ഇങ്ങനെ ചോറിൻ്റെ കൂടെ അല്ലാതെ ആണെങ്കിലും ഇരുന്ന് അങ്ങനെ കഴിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ മത്തി ഫ്രൈ ആദ്യത്തെ ഒരു ട്രിപ്പ് നമ്മളിങ്ങനെ എടുത്തിട്ടുണ്ട്. ഞാൻ എന്നെ കാണിച്ച് മുഴുവനോടെ ഇട്ടങ്ങ് വറുത്ത്. എന്തായാലും വറക്കുമല്ല, ഇനിയിപ്പോൾ പ്രത്യേകിച്ച് കറി വെക്കേണ്ട കാര്യമില്ലല്ലോ, എല്ലാവർക്കും ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ചെയ്തേ. അപ്പോൾ അവസാനം കിടന്ന ആ ഒരു മീനെ ഒന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഇത്രേ വറുത്തിട്ടുള്ളൂ. അപ്പോൾ അതാണ് കേട്ടോ. ഇത് കണ്ടോ, നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് വേണം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ നന്നായിട്ട് മുരിഞ്ഞെടുക്കുമ്പോൾ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ മുള്ളു പോലും നമുക്ക് ചവച്ചിങ്ങനെ കഴിക്കാൻ പറ്റുന്ന ആ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടണേ. അതാകുമ്പോൾ ഡീപ്പ് ഫ്രൈ ആയിട്ട് കിട്ടും. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടണമെന്നില്ല, പക്ഷേ ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ആ ഒരു രീതിയിലാണ് ഇഷ്ടപ്പെടുക കേട്ടോ. പിന്നെ മീനൊക്കെ വറുത്ത സ്ഥിതിക്ക് വേഗം ഇച്ചിരി ചോറുണ്ടാക്കാം. പോരുന്നുണ്ടെങ്കിൽ പോരാ വേഗം. എന്നാൽ പിന്നെ നമുക്ക് ചോറൊക്കെ കൊണ്ടിട്ട് കാണാം കേട്ടോ. ടാറ്റാ.